നമസ്കാരം. ബിഗ് ബോസ് ഇന്ന് രാവിലെ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നത് തന്നെ ആദിലയും അനീഷും തമ്മിലുള്ള വലിയൊരു യുദ്ധവുമായിട്ടാണ്. വളരെ മോശമായിട്ടാണ് ഇന്നും ആദിലയെ സപ്പോർട്ട് ചെയ്ത് ഇന്നലെ എനിക്ക് വലിയൊരു ലെറ്ററൊക്കെ എൻ്റെ മെസ്സേജായിട്ട് കിട്ടി. പക്ഷേ ലൈവ് കാണുന്നവർക്ക് ഭയങ്കര വെറുപ്പിക്കലാണ് ആദില എന്ത് ആദ്യം കുറ്റമൊന്നും പറയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുറ്റവും ഞാൻ സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ആദിലയുടെ മട്ടും ഭാവവും എല്ലാം മാറി. മോഹൻലാൽ വീട്ടിലേക്ക് കയറ്റും എന്ന് പറഞ്ഞതിന്റെ ആ ആവേശമാണോ, അതോ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ ഹോട്ടൽ ടാസ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ? എന്തായാലും കൊള്ളാം, ആദില ഭയങ്കര വെറുപ്പിക്കലാണ് ഇന്നലെയൊക്കെ നടന്നത്. ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. നോക്കി ഇന്നൊരു വരെയും പ്രതികരിച്ചു പോയ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുമില്ല, അനീഷാണ് എല്ലാവർക്കും രാവിലെ മെഡിസിൻ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. ഈ പറഞ്ഞ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള കൊണ്ട് കൊടുക്കുന്നത്. ഇതൊക്കെ രാവിലെ പുള്ളി ആരോടും പറയാതെ പുള്ളി ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. അതൊക്കെ പലർക്കും സന്തോഷമാണ്. പലരും പുള്ളിയുടെ മുമ്പിൽ നിന്നും കൈ നീട്ടി അങ്ങ് നിൽക്കുക. കാരണം പുള്ളിയെ സപ്പോർട്ട്, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയല്ലേ, നമ്മൾക്ക് ഒരാൾ അങ്ങനെ കൊണ്ടുതരിക അല്ലേ. പക്ഷേ നൂറയ്ക്കുള്ള മെഡിസിൻ കൊണ്ടു കൊടുത്ത നൂറ ഇതാ മെഡിസിൻ പറഞ്ഞിട്ട് നൂറ മൈൻഡ് ചെയ്യാതെ പോയി ആദ്യം. അത് കഴിഞ്ഞിട്ട് നൂറ ഇവിടെ ബെഡ്റൂമിൽ ചെന്നിരുന്നപ്പം നൂറ ഇതാ മെഡിസിൻ ഇതാ നൂറ. അപ്പൊ അതിനെല്ലാം മറുപടി പറയുന്ന ആദിലയാണ്. വെച്ചിട്ട് പോടോ, എനിക്ക് എന്നത്തിന്റെ സോക്കേടാ, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ പറയുന്നുണ്ട് ഞാൻ ആദിലോടല്ല എനിക്ക് തന്നോട് സംസാരിക്കാൻ ഇപ്പൊ ആരോടൊന്നും ഇന്നൊന്നൊന്നുമില്ല. ഇപ്പൊ ഇന്നലെയൊക്കെ നമ്മൾ കേട്ട കുറെ കാര്യങ്ങൾ എനിക്ക് അനീഷിനെ കാണുമ്പോൾ എന്ത് തന്തയാണ് എനിക്ക് ഓർമ്മ വരുന്നെന്നോ, അയാളോടുള്ള ദേഷ്യമാണ് ഞാൻ അനീഷിനോട് കാണിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ തൊട്ടിത്തരം എന്നുള്ള വേറൊന്നും പറയാനില്ല. സ്വന്തം തന്തയോടുള്ള ദേഷ്യം മറ്റൊരു പാവം പിടിച്ച മനുഷ്യനോട് കാണിക്കുക എന്ന് പറയുന്നത് എന്ത് മെസ്സേജാണോ അല്ലെ എന്ത് കളിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ അനീഷ് ഒരു പക്ഷേ അനീഷിന്റെ ഗെയിം ആയിരിക്കാം, അനീഷ് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കാം. അതിനകത്ത് അതിൽ വീണുപോയി എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. അതായത് അവർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത്ര സമയമായി, ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് പാത്രം കഴുകി വെക്കേണ്ടതാണ്. അത് കഴുകി വെക്കേണ്ട ഉത്തരവാദിത്വം ആദിലയുടെ ആയിരുന്നു. ആദില അത് കറക്റ്റായിട്ട് ചെയ്യണം. ഇവർ അനീഷ് കഴുകുന്ന സമയത്ത് തന്നെ ലക്ഷ്മി അരിയിടാനുള്ള പാത്രം ചെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അതിന് മുമ്പേ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ചെയ്യാത്തതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഇന്ന് പറയേണ്ടി വന്നത്. അന്നേരപ്പം തന്നെ എഴുന്നേറ്റ് പോയി ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആരേട്ടൻ പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുകയല്ലേ വേണ്ടത്. പക്ഷെ ഇത് പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആദില. അനീഷിന്റെ ഗെയിം ആണെങ്കിൽ അനീഷിന്റെ ഗെയിമിനകത്ത് ആദില വീണുപോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇതൊക്കെയാണ് രാവിലെ സംഭവിച്ചത്. പക്ഷെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സംഭവിച്ചു. ബിഗ് ബോസ് ഒരു ഉൾട്ടാ കളി കളിക്കുകയാണ്. രാവിലെ അനീഷിനോട്ട് ഒരു പണി കൊടുത്തിട്ടുണ്ട്. ആ പണി എന്താണെന്ന് ഞാനിപ്പോ അടുത്ത വീഡിയോയിൽ തന്നെ പറയാം. ബൈ.